ഇവിടെ ബൈക്ക് മോഡിഫൈ ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട്. ചേട്ടാ എൻ്റെ ബൈക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം. ഇതിപ്പോൾ നല്ല ഗംഭീര ലുക്കിലാണല്ലോ. അല്ല, ഇങ്ങനെ ചെയ്യണം. 76 മോഡലാണ്. അതെ ചെയ്യാം, പക്ഷേ സമയമെടുക്കും. എനിക്ക് പെട്ടെന്ന് കിട്ടണം. പൈസ എത്രയായാലും കുഴപ്പമില്ല. ചേട്ടാ ഇത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആളിവിടെ ഇല്ല. പുള്ളി ടൗണിൽ പോയേക്കുക. പുള്ളി വന്നാലേ ഇത് എപ്പോൾ തരാൻ പറ്റുമെന്ന് പറയാനൊക്കെ ഉള്ളൂ. വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി. എടാ അത് കുത്തി കളിച്ചോണ്ടിരിക്കാതെ വണ്ടിയിൽ നിന്ന് വൈകിട്ട് കൊടുക്കാനുള്ളതാണ്. മഹേന്ദ്രേട്ടാ, ഈ വണ്ടി അടിച്ചു മാറ്റിയതാ. നമ്പർ നോക്കിയേ. ഇതിൽ ഫോൺ നമ്പർ ഉണ്ട്, നോക്കി. എവിടെ നമ്പർ പറഞ്ഞേ? നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്ന. രാജു ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ട് അമ്മച്ചി ആകെ വിഷമത്തില. കഴിഞ്ഞത് കഴിഞ്ഞു. വിട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. സമാധാനിക്ക്. എന്ത് സമാധാനം? ഞാനിതിനിടെ പപ്പയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഇഷ്ടവും തീരുമാനമൊക്കെ തുറന്നു പറഞ്ഞു. ഹലോ, രാജു ജോസഫ് അല്ലേ? അതെ. നിങ്ങളുടെ വണ്ടി മിസ്സിംഗ് ആണോ? ആ, ഞാൻ ഈ കുടിയാമല ശക്തി വർക്ക്ഷോപ്പിൽ നിന്ന് വിളിക്കുക. നിങ്ങളുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? പെട്ടെന്ന് വന്ന ആളെ കൈയോടെ പിടിക്കാം. അവനെ വിടരുതേ, ഞാനത് വരുന്നു. വരുന്നുണ്ടാ പോരും. എന്തായി മഹേന്ദ്രേട്ടാ? എടാ അവിടെ പറഞ്ഞിട്ടുണ്ടോ അമ്മമാരോട്? അമ്മമാരിപ്പോൾ ഉടനെ വരും. നീ പോ പണിയിട്, പോക്കോ. ഹലോ, പോലെ അവിടേക്ക് പോലെ നിക്ക്, പറയുന്ന കേക്ക്. എന്റെ പൊന്നേട്ടത് ആളിതാ ഇപ്പൊ വരും. ആളിതാ വന്നോണ്ടിരിക്കാന്ന്. എന്തു മനുഷ്യനെങ്ങനെ?
രാജു അവനെ വിടറ. അത് മാഷിന്റെ മോനാടാ. നിന്റെ വണ്ടി കിട്ടിയില്ലേ? കൊണ്ടുവയ്ക്കോ. അച്ഛാ എനിക്ക് എൻ്റെ ബൈക്ക് വേണം. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. വാ ഇങ്ങോട്ട്. നടക്ക്. എനിക്കൊന്ന് വേണം വാ അച്ഛാ. ഇങ്ങോട്ട്. നീ കരുതുന്ന പോലെ അവനൊരു കള്ളനല്ല. ഈ ബൈക്കുമായിട്ട് അവനൊരു ആത്മബന്ധമുണ്ട്. ഹരിക്കുട്ടാ, നേരെ നോക്ക്, നേരെ. ഭാനു, എന്താ വന്നേ. എന്താ നിന്റെ അച്ഛൻ ഈ പട്ടാളത്തിലെ മേജറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെന്താ? പഞ്ചാബിൽ നിന്ന് ഒരു ബൈക്കും കൊണ്ടുവന്നിരിക്കുന്നു. അതിനെന്താ? എടി, ഒന്നാമത് അവന് കാഴ്ച കുറവാണ്. അല്ലെങ്കിൽ തന്നെ ഈ ബൈക്കൊന്നും ഓടിച്ച് പഠിക്കാനുള്ള പ്രായമായിട്ടില്ലെന്ന് അവന്. ഈ അസുഖം മനസ്സിലായി. സദാനന്ദ, ഞാൻ ഇറങ്ങുക. പോട്ടെ മോളെ. മോനെ, അപ്പൂപ്പൻ പോവുക. അപ്പൂപ്പൻ പോവണ്ട. പോകാണ്ടിരിക്കാൻ പറ്റുമോ? മോൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ മുത്തശ്ശേരിന്ന് അമ്മ ബൈക്ക് വാങ്ങിച്ചേരാം. കൊച്ചു കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ കൊടുക്കല്ലേ ടീച്ചറെ. അവന്റെ ആഗ്രഹം പോലെ തന്നെ മുത്തശ്ശൻ ആ ബൈക്ക് അവന് കൊടുത്തു. അമ്മേ അച്ഛനോട് ചോദിക്കൂ. ഞാൻ പറഞ്ഞു നോക്കട്ടെ, നിക്ക്. വേഗം. പക്ഷേ ഹരിക്കുട്ടി ഇന്ന് കോളേജിൽ ആർട്സ് ഡേ അല്ലേ? അതിന് അവനൊരാഗ്രഹം. അവന് കുറച്ചിടത്തേക്ക് ആ വണ്ടി ഒന്ന് കൊടുത്തേക്ക്. ഭാനു, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ലൈസൻസ് ഇല്ലാത്തവന് വണ്ടി കൊടുക്കാൻ ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കേട്ടോ. അവന്റെ ഒരു ഇഷ്ടല്ലേ മാഷേ? ഇഷ്ടം ഇതിനൊക്കെ നിന്റെ അച്ഛനെ പറഞ്ഞേച്ചാ മതി. അതിന് എന്റെ അച്ഛനെ പറയണെന്തിനാ? ഹരിക്കുട്ടിന് വണ്ടിയോടുള്ള സ്നേഹം കണ്ടിട്ടല്ലേ എന്റെ അച്ഛൻ ഒരുപാട് ഇഷ്ടത്തോടെ കൊണ്ടുനടന്ന വണ്ടി അവന് കൊടുത്തത്. അതിനാ കുഴപ്പം. എടി, ഈ സോഡാ കുപ്പി കണ്ണടയും വെച്ച് കാഴ്ചക്കുറവുള്ള അവന് ലൈസൻസ് കിട്ടുകയില്ല എന്ന് RT ഓഫീസിൽ നിന്ന് പറഞ്ഞതല്ലേ? അത് നിനക്കും അറിയാമല്ലോ. കാഴ്ചക്കുറവ് എന്റെ പാരമ്പര്യമൊന്നും അല്ലല്ലോ. പാരമ്പര്യത്തെ കുറിച്ചൊന്നും ടീച്ചർ തർക്കിക്കാൻ നിൽക്കണ്ട. ലൈസൻസ് ഇല്ലാത്തവന് വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് നിയമവിരുദ്ധമാണ്, അപകടവുമാണ്. ടീച്ചറാണത്രേ. ഭാനു, അവിടെ പൂരക്കളി തുടങ്ങിയിട്ടുണ്ടാവും. മാഷിങ്ങനെ ധൃതിയാക്കല്ലേ. നീ കാവിലേക്ക് വരുന്നില്ല മോനെ?
ഞാൻ എത്തിയേക്കാം അമ്മേ. ആ ഇന്ന് തന്നെ ബി.എഡിന്റെ ആപ്ലിക്കേഷൻ അയക്കാൻ മറക്കണ്ട. അയച്ചോളാം അമ്മേ. ആ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് വന്നാ മതി. ആ ശരി. ആ ഇപ്പൊ തന്നെ വൈകി. പോകാം. കാവില് തൊഴുതിട്ട് നീ ഒരു ഓട്ടോ പിടിച്ച് സ്കൂളിൽ പോയിക്കോട്ടോ. ആ ബൈ ബൈ ബൈ.